ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങൾ നേരെ കുഴുപ്പുള്ളി ബീച്ചിലോട്ട് പോയാണ്. ഇവാനി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുടിക്കാൻ വേണ്ടി സ്പ്രൈറ്റ് തന്ന്. അതിൻ്റെ വെള്ളം മൊത്തം എൻ്റെ മേത്തുണ്ട്. ഇഷാനും ഇവാനും കൂടി പുറത്തേക്ക് കിടന്ന് നല്ല ഇടിയാണ്. എന്നാലും അവന് ഭയങ്കര ഇഷ്ടവുമാണ് അവളാ. ഭയങ്കര ശത്രുക്കളെ പോലെയാണ്, എന്നാലും ഭയങ്കര സ്നേഹത്തിലുമാണ്. അവൾ വന്നാൽ ഇഷാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടല്ലോ, ഇവാനിക്കുട്ടി കടൽ കാണാത്ത നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവളെ ഓണിയപ്പയും ഇഷാനും കൂടി ബീച്ച് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോണി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇറങ്ങിയിട്ടാ. ഈ കുഴുപ്പുള്ളി ബീച്ചിലോട്ടുള്ള വഴി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. എന്ന് വെച്ചാൽ 2 സൈഡിലും നല്ല കണ്ടവും പുഴയും കെട്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ഭംഗി. ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഈ കെട്ടിൻ്റെ നടുക്ക് കാണാം. ചെറിയ ഒരു സ്ഥലത്തൊക്കെ ഒരേ കുഞ്ഞു കുഞ്ഞു വീടുകൾ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെ എത്തിപ്പെടണം എന്നാവും. ചെറിയ വഞ്ചിക്കൊക്കെ പോകണ്ടാവും. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല വൈബൊക്കെ ആസ്വദിച്ച് ഇവാന് ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ബീച്ച് കാണാത്ത നാട്ടിൽ നിന്ന് വന്നേക്കണ കൊച്ചാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ത്രില്ലിലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനിക്കുട്ടനെ മിസ് ചെയ്യണ്ട കേട്ടോ. അവന് പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. പക്ഷേ ചെറിയൊരു പട്ടമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പറപ്പിക്കാൻ വേണ്ടി. പക്ഷെ നല്ല കാറ്റുണ്ടായതുകൊണ്ട് എന്തോ പറത്താനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ പയ്യൊന്ന് ഇരുട്ടൊക്കെ ആയി തുടങ്ങി. അവിടെ നിറച്ച് ഒട്ടകവും കുതിരയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് ബീച്ചിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബീച്ചിലൊക്കെ ഇങ്ങനെ കുറേ നേരം നടന്ന്. ഇഷാനും ഇവാനിക്കും കാലൊക്കെ നനക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര മടിയാണ്. ഈ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ ഇരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോൺ ചേട്ടൻ 2 പേരെയും വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് വെള്ളത്തിലൊക്കെ ഇറക്കിയത്. എന്ന് വെച്ചാൽ കാലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയാവുമല്ലോ, മണ്ണൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കുറേ പേരൊക്കെ കയറിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവാനിക്ക് ഒട്ടകത്തിനെ തൊടണം എന്നൊക്കെ പറയണ്ടേ. ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജിലേക്ക് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. ഞാനിതുവരെ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവാനി ഇഷാനും കൂടി പയ്യൊന്ന് കാല് നനക്കാൻ വേണ്ടി വെള്ളത്തിൽ വിട്ടത്. പക്ഷെ അപ്പോൾ നല്ല കടൽ വരുന്നുണ്ടായിരുന്നു. ഞാനും ഷോൺ ചേട്ടനും കൂടി കുറച്ച് കട നീങ്ങിയാണ് നിന്ന് വെച്ചത്. 2 പേര് പയ്യെ ഒന്ന് കാല് നനച്ചിട്ട് വേഗം കയറി. അവിടെ കുറേ ലൈറ്റും ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല ലൈറ്റൊക്കെ വിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനേ. ഇതൊക്കെ പയ്യെ നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. ഞങ്ങളോർത്ത് ഒരു ചായയും നമ്മുടെ കോളിഫ്ലവറൊക്കെ കഴിക്കാണ്ട് ഇവിടെ നിന്ന് പോകില്ലല്ലോ. അങ്ങനെ ചൂട് കോളിഫ്ലവറൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. ഇവാനി പറഞ്ഞ സൂപ്പറാണെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.